ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ റെസിപ്പികൾ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 3-4 പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് നല്ല ടേസ്റ്റ് ആവാനായിട്ട് പുതിന ഇല ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ ഒരു 3-4 ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തേക്കണം. അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാവുന്ന രീതിയിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുത്തേക്കണം. ഇത് അരിച്ചെടുത്തതിന് ശേഷം മധുരമൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബ്ലാക്ക് കസ്കസ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 2 ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്